ശത്രുവിൻ്റെ ശത്രു മിത്രം അതുപോലെയാണ് ഇപ്പോൾ താലിബാനുമായി ഇന്ത്യ കൈകൊടുത്തിരിക്കുകയാണ്. അവർ ഒരു ഭീകര സംഘടനയായാണ് ഇന്ത്യ മുൻപ് കണ്ടിരുന്നത്. ഇപ്പോൾ പാകിസ്ഥാനുമായി അഫ്ഗാനിസ്ഥാൻ വലിയ സംഘർഷത്തിലാണല്ലോ. ആ പശ്ചാത്തലത്തിലാണോ ഇത്തരമൊരു ബന്ധം സ്ഥാപിക്കുന്നത്? ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരിക്കും? ഇതിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത് എന്തായിരിക്കും? ഇന്ത്യ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പാകിസ്ഥാൻ സെക്കൻഡറിയാണ്. ഇന്ത്യ ഒന്നാമത്തെ കാര്യം, നമുക്ക് അവിടെ ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നമുക്ക് വളരെ അടുത്ത ബന്ധം ചരിത്രപരമായി തന്നെയുണ്ട്. അതിന് മുൻ ഗവൺമെൻറ്റുകളായിട്ടുണ്ട്. താലിബാൻ വന്നപ്പോൾ മാത്രമാണ് നമ്മൾ അവരുമായിട്ടുള്ള ബന്ധം ബ്രേക്ക് ചെയ്യപ്പെട്ടത്. അതിന് നമുക്ക് നല്ല ബന്ധമാണ്. അഫ്ഗാനികൾക്ക് പാകിസ്ഥാനികളെക്കാളും പൊതുവെ നമ്മളെയാണ് ഇഷ്ടം. ഹിന്ദുസ്ഥാൻ, നെഹ്റു, ഗാന്ധി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഭയങ്കര ഹൈലൈറ്റാണ്. അതെന്ന് വെച്ചാൽ നിങ്ങളവിടെ ഒരു പ്രശ്നബാധിത സ്ഥലത്ത് പോവുകയാണെങ്കിൽ, ഈ താലിബാൻ്റെ ഏരിയ അല്ലാത്ത ഏരിയയിൽ പോവുകയാണെങ്കിൽ, ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര VIP ആണ് അവിടെ. യു ആർ ഫ്രം ദ ലാൻഡ് ഓഫ് നെഹ്റു ആൻഡ് ഗാന്ധി. അങ്ങനെ ഒരു സംഭവമുണ്ട്. രണ്ട്, നമുക്കത് സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. കാരണം സെൻട്രൽ ഏഷ്യ ആയിട്ടുള്ള നമ്മുടെ കണക്ടിവിറ്റി ആ പ്രദേശമായിട്ട് കൂടി ബന്ധപ്പെട്ടാണ്. നേരിട്ട് നമുക്ക് അതിർത്തി ഇല്ല കേട്ടോ. നേരിട്ട് നമുക്ക് അവരുമായിട്ട് അതിർത്തി ഇല്ല. പാക് അധിനിവേശിത കാശ്മീരിലാണ് നമ്മൾ അവരുമായിട്ട് അതിർത്തി. പാക് അധിനിവേശിത കാശ്മീർ എന്ന് ഇപ്പോൾ പാകിസ്ഥാൻ്റെ കസ്റ്റഡിയിലുള്ള സ്ഥലമാണ്, നമ്മുടെ കസ്റ്റഡിയിലല്ല. പക്ഷേ നമുക്ക് ചരിത്രപരമായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ വളരെ ഇന്നലകൾ നല്ല പ്രധാനപ്പെട്ട നമ്മുടെ നാട്ടിലേക്കുള്ള വഴിയായിരുന്നു, നമുക്ക് തിരിച്ചുള്ള വഴിയായിരുന്നു. ഈ സാത്തവാഹ സംഘങ്ങൾ, കച്ചവട സംഘങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്ന വഴിയാണ്. നാളെ അത് ശരിയായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ താലിബാൻ അവിടെ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ പാകിസ്ഥാൻ ഇന്ത്യൻ്റെ മേലെ അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഈ സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഈ സ്പേസിൽ, നമുക്ക് ഇത്രമാത്രം പ്രോജക്റ്റുകളൊക്കെ ഉള്ള ഒരു സ്പേസിൽ, അവിടെയാണ് നമ്മളെ മറ്റേ തുറമുഖം അതിൻ്റെ അടുത്താണല്ലോ നിൽക്കുന്നത്, ഇറാൻ തുറമുഖം. അപ്പോൾ അവിടെ പാകിസ്ഥാന് അപ്പഹാൻ ഉണ്ടാവുക നമുക്ക് നമ്മളവിടെ ഒരു എന്താ പറയുക രണ്ടാം കിടക്കാരായി ഇപ്പോൾ ഇന്ന് അവസ്ഥാവിശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ താലിബാനിസ്റ്റുകളാണ്, അത് നമുക്ക് അംഗീകരിക്കാനൊന്നും പറ്റില്ല. പക്ഷേ അതല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യമാണ് പ്രധാനം. നമുക്കതുകൊണ്ട് എന്ത് താലിബാനിസ്റ്റുകളാണ്, അവർ ഇന്ത്യയുടെ ലക്ഷ്യമാണ്, അത് ലെറ്റ് ദം. അല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ അമേരിക്ക അവിടെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പിന്മാറുന്നു, പിന്നീടാണ് താലിബാൻ ഭരണത്തിൽ വരുന്നത്. ആ സമയമെന്ന് ഇന്ത്യ ചർച്ച നടത്താൻ തയ്യാറായില്ല. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാനുമായി ഇപ്പോൾ ശക്തമായ അതിർത്തി പ്രദേശങ്ങളിൽ ആക്രമണം നടക്കുന്നില്ല. അങ്ങനൊരു സിറ്റുവേഷനിൽ ഇന്ത്യ ഈ ബന്ധം സ്ഥാപിക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണോ? അല്ല, അത് ഇന്ത്യ തന്ത്രത്തിന്, നമ്മുടെ ദേശീയ താല്പര്യമാണ് നമ്മുടെ തന്ത്രം. അതിൽ നമ്മൾ ആദർശമൊന്നും നോക്കിയിട്ടില്ല. ഇതിപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ അവർ ചർച്ച നടത്തിയായിരുന്നു. പക്ഷേ അത് BJP ഇപ്പോൾ ബോൾഡായിട്ട് തുറന്ന് എല്ലാവരും അതേ കൊണ്ട് നടത്തില്ല. കാരണം BJPക്കാർ പ്രശ്നം ഉണ്ടാക്കും. താലിബാനെ ചർച്ച നടത്തി മൊത്തം കോയമാരാണെന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും. അത് BJPക്ക് പ്രശ്നമില്ലല്ലോ. BJP ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ചർച്ച നടത്തിയ ഒരു പ്രശ്നമില്ല. പക്ഷേ അത് കോൺഗ്രസ് നടത്തിക്കഴിഞ്ഞാൽ കോയമാരായിട്ട് ചർച്ച നടത്തി മൊത്തം ഭീകരവാദം കയറ്റുമതി ചെയ്തു എന്നൊക്കെ പറയും. അത് പൊളിറ്റിക്സാണ്. ഞാൻ RSS അല്ല പറഞ്ഞത്, BJP ആണ്. രണ്ടായി തന്നെ കാണും. ഇവിടെ പല മണ്ടന്മാർ RSS എന്താണ് BJP എന്താണ് പറയുന്നത് മണ്ടന്മാരാണ്. അപ്പം അങ്ങനെ പറയുമായിരുന്നു. അപ്പം RSS BJP ആയതുകൊണ്ട് അവർക്ക് നേരിട്ട് ആ ചർച്ച നടത്താം എന്നുള്ളതാണ് ഒരു കാര്യം. വേറൊരു കാര്യം എന്ന് വെച്ചാൽ സെക്രട്ടറി എന്ന് വെച്ചാൽ പാകിസ്ഥാനെ എതിരെ അവരിപ്പോൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാകിസ്ഥാനെതിരെ അവർ ഫൈറ്റ് ചെയ്യുന്നത് സ്വാഭാവികമായും പാകിസ്ഥാനെതിരെ ചെക്ക്മേറ്റ് ആയിട്ട് നമുക്ക് ഇവരെ ഉപയോഗിക്കാം. പാകിസ്ഥാൻ ഇവരെ ചെക്ക്മേറ്റ് ആയിട്ട് നമുക്കിതിരെ ഉപയോഗിച്ചിട്ടുണ്ട്. കാണ്ഡഹാറിലേക്ക് വിമാനം തട്ടിക്കൊണ്ട് പോയപ്പോൾ, കാണ്ഡഹാറിലേക്ക് വിമാനം തട്ടിക്കൊണ്ട് പോകുക എന്നുള്ളത് പാകിസ്ഥാൻ്റെ അജണ്ടയായിരുന്നു. അത് ഫെസിലിറ്റേറ്റ് ചെയ്ത് ഇവരാണ്. കാണ്ഡഹാറിലായതുകൊണ്ട് മാത്രമാണ് എന്നവൻ്റെ പേര് മൗലാന മസൂദ് അസറോ അന്ന് അതിനൊക്കെ വിട്ടുകൊടുക്കേണ്ടി വന്നത്. അവനെതുവരെ നമുക്ക് സിനിമയിലെ വെടിവെച്ച് കൊല്ലാൻ പറ്റിയില്ല. വിജയ് വെടിവെച്ച് വന്നിട്ടുണ്ട്, നമ്മളെ പയ്യന്മാരൊക്കെ വെടിവെച്ച് വന്നിട്ടുണ്ട്, ദിലീപൊക്കെ. പക്ഷേ നമുക്ക് ജീവനോട് ഇതിൻ്റെ അവനെ കിട്ടിയിട്ടില്ല, ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അന്ന് അതിനെ കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനം. അവനെ വിട്ടുകൊടുത്തോടുകൂടി ഇവിടെ ജമ്മു കാശ്മീർ വിവാദ പ്രവർത്തനങ്ങളുടെ തോത് കൂടി ലഷ്കർ വന്നതോട് കൂടിയിട്ട് രൂപീകരിച്ചു. ലഷ്കർ ഇ തോയ്ബ അതിന് ഒരു ഫെസിലിറ്റേറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാനാണ്. അപ്പോൾ ആ ഒരു മേൽക്കൈ പാകിസ്ഥാൻ അവിടെ ഉണ്ടായിരുന്നു. ഈ യുദ്ധം വരുമ്പോൾ അവരുടെ ബന്ധം വഷളാവും. അപ്പോൾ നമുക്കത് പാകിസ്ഥാനായി നമുക്ക് പ്രത്യേക ഗുണം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും പാകിസ്ഥാനെ അവരുമായിട്ടുള്ള ബന്ധം വഷളായി കഴിഞ്ഞാൽ നമുക്കത് നല്ലതാണ്. നമുക്കൊരു ശല്യം കുറഞ്ഞു കിട്ടും. ഇവരും പാകിസ്ഥാനും കൂടി വളരെ അടുത്ത് പ്രവർത്തി നമ്മൾ വളരെ ജാഗ്രതയോടു കൂടി അതിർത്തി പ്രദേശങ്ങൾ കാണേണ്ടി വരും. കാരണം രണ്ട് ഫോഴ്സ് വരും. ഇവർ ഒരു അഫ്ഗാൻ പണ്ട് ചരാര ഷെരീഫ് എന്ന പ്രവാചകൻ്റെ തിരുകോശം സംരക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു പള്ളിയുണ്ട് ശ്രീനഗറിൽ, ജമ്മു കാശ്മീരിൽ. അത് പണ്ട് ഈ കാബൂളിൽ നിന്നുള്ള ഒരു നാളെ വന്നിട്ട് കാബൂളിൽ നിന്നുള്ള ഒരു ഭീകരവാദി വന്ന് പാകിസ്ഥാൻ വന്നിട്ട് ചുട്ടുകരിച്ചിരുന്നു. വലിയ വിഷയമാണ്. നീ എന്നൊക്കെ നേഴ്സറി പിള്ളേരായിരിക്കും, ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത്. അന്ന് നമ്മളൊക്കെ എനിക്കൊക്കെ ഓർമ്മയുണ്ട്. ഈ മുസ്ലിംസ് തമ്മിൽ പ്രവാചകനായിട്ട് ബന്ധപ്പെട്ട് എന്തുണ്ടായാലും അവർ മുസ്ലിംസിനെ സംബന്ധിച്ച് വല്ലാത്ത വൈകാരികമായ അടുപ്പുള്ളൊരു കാര്യം. അതിന് മറ്റേ മുഹമ്മദ് എന്നൊക്കെ പറയുന്നത് കളിയാക്കും. അത് സ്വന്തം വിശ്വാസത്തോലും ബഹുമാനമില്ലാത്ത ഒന്നാണ്. അപ്പോൾ രാമൻ, ശിവൻ, വിഷ്ണു എന്നൊക്കെ പറഞ്ഞാൽ ഹിന്ദുസിനുള്ള വൈകാരികമാണ്. അതുപോലെ തന്നെയാണ് മുഹമ്മദ് എന്ന് ദൈവം അല്ലെങ്കിൽ പോലും പ്രവാചകനാണ് മുസ്ലിംസിന്. അത് ബഹുമാനിച്ചാൽ എന്താ പ്രശ്നം? മുഹമ്മദ് മറ്റേ ഈ യുക്തിവാദികൾ പറയുന്ന ഒന്നിൻ്റെ നടക്കും. ഈ യുക്തിവാദികൾ പറയുന്ന ഹിന്ദുസിനെ പറ്റി പറയുന്ന അവർ കേട്ടിട്ടുണ്ടോ? കേട്ടാണ്ടല്ല, കൊന്നുപോകും അവന്മാരെ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ദേശീയ താല്പര്യമാണ് പ്രധാനം. ആ ദേശീയ താല്പര്യത്തിൽ പാകിസ്ഥാനി വരുന്ന തമ്മിലുള്ള ബന്ധം
ഉലയുന്നത് നല്ലതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഒരുപാട് പ്രൊജക്റ്റുകൾ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്, ഹൈവേ ഉൾപ്പെടെയുള്ള. അതിപ്പോൾ ഇവന്മാർ വന്നതിന് ശേഷം നമ്മളവിടെ സ്ലോ റണ്ണിങ് ആണ്. അത് നമുക്ക് ശക്തമായി പുനരുജ്ജീവിപ്പിക്കാൻ പറ്റും. അങ്ങനെ പുനരുജ്ജീവിപ്പിക്കാൻ പറ്റുമ്പോൾ അവരുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കിക്കുന്നത് നമുക്ക് സ്ട്രാറ്റജിക്കലി ഡിപ്ലോമാറ്റിക്കലി അത് ഗുണം ചെയ്യും. നമ്മളെന്തിനാണ് വെറുതെ, അത് അവരുടെ കാര്യമാണ്. നമ്മുടെ നാട്ടിലെ തീവ്രവാദികളാണ് നമുക്ക് പ്രശ്നമുള്ളൂ. അവരുടെ നാട്ടിൽ അവർ തീവ്രവാദം എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മളോട് കളിച്ചില്ല, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, അത് ആഭ്യന്തര കാര്യമാണ്. ഇന്ത്യ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ മേഖലയിലേക്ക് ചൈന തങ്ങളുടെ ലക്ഷ്യവുമായി വരുന്നത് ചൈന ഇതിനുള്ളിൽ ഇന്ത്യയാണെങ്കിൽ അവരെ വലിയ പ്രശ്നമൊക്കെ ഉണ്ട്. ഇവരെ പുറത്ത് പറയുന്നില്ല എന്നുള്ളത്. ചൈന അവിടെയുള്ള തുർക്കിമിനിസ്ഥാൻ മേഖലയിലെ മുസ്ലിങ്ങളെ ഭീകരമായി പിടിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഇസ്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുക. ഓരോ വീടുകൾ ചൈനീസ് വംശജരെ കയറ്റി വിടുകയാണ്. അവരെന്നിട്ട് അവിടെ പിയാപ്ലമാരെ പോലെ താമസിച്ച് തോന്നിയ സമയത്ത് എണീറ്റ് പോകും. ഇതാണ് ചങ്കിലെ ചൈനയിലാണോ ഇത്തരം മുസ്ലിം അതിശക്തമായ ചങ്കിലെ ചൈന. അതൊക്കെ ഇവിടെ കേരളത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ചൈനയുടെ അങ്ങനെ വലിയ വികാരമൊന്നും ഇല്ല. അതൊക്കെ പണ്ടായിരുന്നു. ഇപ്പം മണ്ടന്മാരെ വന്നിട്ട് നടക്കുന്നതിന് അങ്ങനെയൊന്നും ഇല്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ബേസിക്കലി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാരും ഇന്ത്യൻ ലിബറൽ, ഇപ്പോൾ ഒരു എന്താ പറയുക, കോൺഗ്രസ് പോലെയുള്ള എന്നാൽ കുറച്ച് BJP പോലെ സംഘടനാ സംവിധാനമുള്ള RSS പോലെ ഡിസിപ്ലിനുള്ള സംഘടന, അത്രയേ ഉള്ളൂ. അവർക്ക് ചൈനയെക്കാട്ടൊക്കെ വലുത് ഇന്ത്യ തന്നെ. അത് പിന്നെ ഓരോ മണ്ടന്മാർ ഓരോ വാടി നടക്കുന്ന ഈ ഫേസ്ബുക്കിൽ എന്താണ് എന്താണ് ചൈന എന്ന നേതാമാർ അത് ആഘോഷിക്കുന്നതല്ല. അതിൽ വലിയ കാര്യമുണ്ട്. ചൈനയിൽ ഭീകരമായ പുസ്തകങ്ങൾ വരുന്നുണ്ടല്ലോ. അതുണ്ട്. അത് വീരല്ലാത്ത ചില ഇപ്പം വലിയ രീതിയിലും വരുന്നില്ല. നിങ്ങൾ പറയുന്നത് എങ്കിലും ചൈന എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ഒരു ഫ്രണ്ട് എഴുതിയൊരു പുസ്തകമാണ്. അത് വിട്, അത് നോക്കണ്ട. അങ്ങനെയല്ല, അവിടെ നിന്ന് വെച്ചാൽ മുസ്ലിംസ് ലോകത്ത് സിസ്റ്റമാറ്റിക്കലി ഇസ്ലാം ഇറാഡിക്കേറ്റ് ചെയ്യപ്പെടുന്ന സ്ഥലമാണ് തുർക്കിമിനിസ്ഥാൻ സ്റ്റൈലിലുള്ള ചൈനീസ് ബോർഡർ. എന്താ അവിടെ സിൻജായ് മുസ്ലിംസ് അങ്ങനെ പറയുന്നത്. അവർ വീടുകളെ ഓരോരുത്തവരെ കയറ്റി വിടുകയാണ്. എന്നിട്ട് അവർ അവിടെ രാത്രി കഴിഞ്ഞിട്ട് തടങ്കൽ പാളയങ്ങൾ വരെ നിർമ്മിക്കുന്നു. അതെ. മാത്രമല്ല പള്ളികൾ ഇല്ലാതാക്കുന്നു, മദ്രസകൾ ഇല്ലാതാക്കുന്നു. എന്നിട്ട് അവിടെ വംശശുദ്ധി വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ അതാണ് ചൈന. അപ്പോൾ ഇതൊക്കെ താലിബാൻ്റെ ഒരു കൺസേൺ ആണ്. അപ്പോൾ അത്ര എളുപ്പം താലിബാനുമായിട്ട് അവർ യോജിക്കില്ല. നമ്മൾ അവരുമായിട്ട് താലിബാനായിട്ട് നല്ല ബന്ധമാണെങ്കിൽ ഇവരുമുള്ള ബന്ധമാകുന്നതിനും നമ്മൾ ഇവരായിട്ട് ഹോസ്റ്റലിലാകുമ്പോൾ ചൈന ഇവരെ നമ്മൾക്കെതിരെ ഉപയോഗിക്കും. ഇതിൻ്റെയൊക്കെ ഡോവലിൻ്റെ ബുദ്ധിയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം, ഈ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഇപ്പോൾ സംഘർഷം നടക്കുകയാണല്ലോ. ഇത് അവസാന ഘട്ടത്തിൽ ആർക്കായിരിക്കും ഒരു മേൽക്കൈ? അത് പറയാൻ പറ്റില്ല. അത് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. എന്താണ് നടക്കുന്നത് എനിക്കിപ്പോൾ ഇന്നസെന്റ് മറ്റേ സിനിമയല്ലേ, ഈ എന്താണ് കോണിക് ബാച്ചിൽ ഇന്നസെന്റ് പറയുന്നില്ലേ, പടക്കം ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ആ ഒരു അവസ്ഥയിലാണ്. എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഇത് അമേരിക്ക സൈന്യം എന്തെങ്കിലും ചെയ്യുമ്പോൾ പാകിസ്ഥാൻ സൈന്യം എന്തെങ്കിലും കാര്യം ചെയ്യുമെങ്കിൽ അമേരിക്കയുടെ അകോട് കൂടിയേ ചെയ്യുള്ളൂ. ചിലപ്പം പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നത് അമേരിക്കൻ അതോടുകൂടി ഇവരെ ഒന്ന് കൺട്രോൾ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അമേരിക്കക്ക് നേരിട്ട് അവിടെ വന്ന് കളിക്കാൻ പറ്റില്ല. അമേരിക്ക പണ്ട് നമ്മളെ കൊടുക്കാൻ നോക്കിയതാണ്. അവിടെ നിന്ന് അമേരിക്ക മാത്രമേ, നാറ്റോ സൈന്യവും ആണ്, കൊറിയൻ ഉണ്ട്, പോളിഷ് ഉണ്ടായിരുന്നു, ഓസ്ട്രേലിയൻ, ജാപ്പനീസ്, അമേരിക്കൻ, ബ്രിട്ടീഷ് ഇവർ ഒരുമിച്ചാണ് അവിടെ അധിനിവേശം നടത്തിയത്. നമ്മളോട് ചേരാൻ പറഞ്ഞു. വാജ്പേയി അല്ലേ മോൻ, വാജ്പേയി ആവുന്നു, അത് വേണ്ട. അന്ന് ഈ പറയുന്ന 9/11 അക്രമം നടത്തിയ സമയത്ത് ഇവർ പിന്നെ അന്ന് അഡ്ഡാനി പ്രസ്ഥാനം നടത്തിയിരുന്നു. ഞങ്ങളുടെ ഭാഗമായ പാക്-അധിനിവേശ കാശ്മീരിൻ്റെ അതിർത്തി ഇവരുമായിട്ട് അഫ്ഗാനിസ്ഥാനോട് ചേർന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ സഹായം ചെയ്തു തരുന്നത്. അന്ന് ആ ആവേശത്തിന് നടത്തിയാണ്. അന്ന് പാക്-അധിനിവേശക്കാരുടെ ലക്ഷ്യം നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. പിന്നെ അതിനുശേഷം ഇവർ പല ആവശ്യങ്ങൾ ചോദിച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുത്തിട്ടില്ല. അപ്പോൾ അത് പാകിസ്ഥാൻ ഒരേ സമയം തന്നെ അവിടെ ഒരു ഭരണകൂടത്തെ കൊണ്ടുവരിക, താലിബാനെ കൺട്രോൾ ചെയ്യാന്നുള്ള അമേരിക്കൻ പോളിസിയുടെ ഭാഗമാണെന്ന് തോന്നുന്നു അഫ്ഗാനിസ്ഥാനിലേക്ക് കയറിയിട്ടുള്ള ഇവരുടെ അറ്റാക്ക്. ഏതായാലും ഈ അറ്റാക്ക് നമുക്ക് ഗുണം ചെയ്യും. ഇപ്പോൾ ട്രംപ് പൊതുവേ ഇന്ത്യൻ അനുകൂലമായി നിൽക്കുന്ന ഒരാളാണ്. പൊതുവേ അത് സാഹചര്യങ്ങൾ ഇന്ത്യക്ക് അനുകൂലമാണ്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുമ്പോൾ സാഹചര്യങ്ങൾ ചില സമയത്ത് ഒരു രാജ്യത്തിന് അനുകൂലമായിട്ട് വരും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഘട്ടമാണ്. അല്ല, അതിനു മുൻപ് സൂചിപ്പിച്ചിരുന്നു ഇങ്ങനൊരു ചർച്ച നടന്നത് ഇന്ത്യയിൽ ഈ സർക്കാരിനെതിരായി മാറുമെന്ന്. അത് അത്തരത്തിലൊരു ചർച്ചയിലേക്ക് പോകും. അതങ്ങനൊന്നുമില്ല. സർക്കാരിനെതിരായി കോൺഗ്രസ് ആയിരുന്നെങ്കിൽ BJP കോയാമാരുമായിട്ട് സഖ്യം ഉണ്ടാക്കുന്നു, തീവ്രവാദികളായി സഖ്യം ഉണ്ടാക്കുന്നു, ഇസ്ലാമൈസ് ചെയ്യുന്നു, പച്ചവൽക്കരിക്കുന്നു. അപ്പോൾ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയായിരുന്നു. ഇപ്പം BJP അല്ലേ ചെയ്യുന്നത്, ആരും ഒന്നും പറയില്ലല്ലോ. പറയും. കോൺഗ്രസ്സുകാരെ ഒരു പരിധി കൂടുതൽ കത്തിക്കില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും ദേശ താല്പര്യമല്ലേ പ്രധാനം. മറ്റേത് ഈ പറയുന്നതിനെ മാതിരി BJP ഒരു സാധനം, മുസ്ലിം അപ്പുറത്തെ സാധനം BJP ഇപ്പുറത്തെ സാധനം പൊട്ടിക്കത്തേ ഉള്ളൂ. BJP ചെയ്യുമ്പോൾ പിന്നെ പ്രശ്നമില്ല, ഡബിൾ പച്ചയായി. BJP ഓൾറെഡി പച്ചയുണ്ടല്ലോ, ഈ പച്ചയും കൂടി കൂടുമ്പോൾ ഡബിൾ പച്ചയായി. ഇത്രയേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.